ഹായ്, BNSSന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാ ആളുകൾക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എന്താണ് വാറണ്ട് കേസ്, എന്താണ് സമൺസ് കേസ് എന്നുള്ളതാണ് ഡിസ്കസ് ചെയ്യുന്നത്. കേരള PSCയുടെ 2025 വർഷത്തെ SA പരീക്ഷയുടെ മെയിൻസിന് ഹെൽപ്ഫുൾ ആവുന്ന BNSSന്റെ ഭാഗത്തു നിന്നുള്ള ഒരു ക്ലാസ് ആണ് ഈ വാറണ്ട് കേസും സമൺസ് കേസുമായി ബന്ധപ്പെട്ട് നമ്മൾ നൽകുന്നത്. അപ്പോൾ മുൻപത്തെ ക്ലാസ്സിലൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് BNSSനെ സംബന്ധിച്ച് BNSSലെ പ്രധാനപ്പെട്ട ഡെഫിനിഷൻസ് എല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ളത് സെക്ഷൻ 2ലാണ് എന്നുള്ള ഒരു കാര്യം. അപ്പൊ ആ സെക്ഷൻ 2ന്റെ അകത്ത് തന്നെയാണ് ഈ വാറണ്ട് കേസിന്റെയും അതുപോലെ സമൺസ് കേസിന്റെയും ഡെഫിനിഷനും വരുന്നത്. അപ്പൊ എന്താണ് വാറണ്ട് കേസ്, എന്താണ് സമൺസ് കേസ് എന്ന് നമുക്ക് നോക്കാം. അപ്പോ എന്താണ് ഒരു വാറണ്ട് കേസ് എന്ന് നോക്കുന്ന സമയത്ത് 2 വർഷത്തിൽ കൂടുതൽ ശിക്ഷ പറയുന്ന കുറ്റകൃത്യങ്ങളെ ബേസ് ചെയ്തിട്ടുള്ള കേസുകളെയാണ് വാറണ്ട് കേസ് എന്ന് പറയുന്നത്. അതായത് 2 വർഷത്തിൽ കൂടുതൽ ഒരു കുറ്റകൃത്യത്തിന് ശിക്ഷ പറയുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ആ കേസ് ഒരു വാറണ്ട് കേസ് ആണ്. ഇപ്പൊ 2 വർഷത്തിൽ കൂടുതൽ എന്ന് പറയുമ്പോൾ അത് ലൈഫ് ഇംപ്രിസൺമെന്റ് വരെ ആവാം, അല്ലെങ്കിൽ ഏറ്റവും കൂടിയ ശിക്ഷയായിട്ടുള്ള ഡെത്ത് പെനാൽറ്റി വരെ ആകാം എന്നുള്ള കാര്യം നമ്മൾ ഓർത്തു വെക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ 2 വർഷത്തിൽ കൂടുതൽ ശിക്ഷ പറയുന്ന ഒരു കുറ്റകൃത്യം, അതിന്റെ ശിക്ഷ 2 വർഷത്തിൽ കൂടുതൽ, ചിലപ്പോൾ 10 വർഷം ആവാം, അല്ലെങ്കിൽ ലൈഫ് ഇംപ്രിസൺമെന്റ് ആവാം, അല്ലെങ്കിൽ ഡെത്ത് പെനാൽറ്റി വരെ ആകാം. അപ്പൊ അങ്ങനെ അത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ, അതിനെ ബേസ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ അതിനെ റിലേറ്റ് ചെയ്യുന്ന കേസുകൾ, അത്തരത്തിലുള്ള കേസുകളെയാണ് വാറണ്ട് കേസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ വാറണ്ട് കേസിനെ BNSSന്റെ അകത്ത് ഡിഫൈൻ ചെയ്യുന്നത് സെക്ഷൻ 2(1)(z) അകത്താണ്. സെക്ഷൻ 2(1)(z) ഓഫ് BNSS ആണ് വാറണ്ട് കേസിനെ ഡിഫൈൻ ചെയ്യുന്നത്. ഒഫൻസിന്റെ പണിഷ്മെന്റിന്റെ ബേസിലാണ് ആക്ച്വലി കേസുകളെ ഇത്തരത്തിൽ വാറണ്ട് കേസും സമൻസ് കേസും എന്ന രീതിയിൽ ക്ലാസിഫൈ ചെയ്യുന്നത് BNSSന്റെ അകത്ത്. 2 വർഷത്തിൽ കൂടുതൽ ശിക്ഷ പറയുന്ന ഒഫൻസുകളെ ബേസ് ചെയ്തിട്ടുള്ള കേസുകളാണ് വാറണ്ട് കേസ് എന്നുള്ള കാര്യം മറക്കാതിരിക്കുക. അതാണ് ഇതിനെ സംബന്ധിച്ച് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് എന്ന് പറയുന്നത്. അത് ലൈഫ് ഇംപ്രിസൺമെന്റോ ക്യാപിറ്റൽ പണിഷ്മെന്റോ വരെ ആകാം. 2 വർഷത്തിൽ കൂടുതൽ ശിക്ഷയുള്ള കേസുകൾ അത് ക്യാപിറ്റൽ പണിഷ്മെന്റോ ലൈഫ് ഇംപ്രിസൺമെന്റോ വരെ ആകാം എന്നുള്ള പോയിന്റ് ഓർത്തു വെക്കുക. അപ്പൊ ആർക്കാണ് ഒരു വാറണ്ട് കേസിന്റെ അകത്ത് ട്രയൽ നടത്താൻ വേണ്ടി സാധിക്കുക എന്ന് നോക്കുന്ന സമയത്ത് അത് മജിസ്ട്രേറ്റ് കോടതികൾക്കും സാധിക്കും, അതുപോലെ തന്നെ സെഷൻസ് കോടതികൾക്കും സാധിക്കും എന്നുള്ള ഒരു പോയിന്റ് ഓർത്തു വെക്കേണ്ടതുണ്ട്. അപ്പൊ ഇനി നമുക്ക് എന്താണ് സമൺസ് കേസ് എന്ന് നോക്കാം. ഇപ്പൊ BNSSന്റെ സെക്ഷൻ 2(1)(x)ലാണ് സമൺസ് കേസിനെ ഡിഫൈൻ ചെയ്യുന്നത്. വാറണ്ട് കേസ് പോലെ തന്നെ മറ്റൊരു ക്ലാസിഫിക്കേഷൻ ആണ് സമൺസ് കേസ് എന്ന് പറഞ്ഞാൽ. സെക്ഷൻ 2(1)(x)ൽ സമൺസ് കേസിനെ ഡിഫൈൻ ചെയ്യുന്നു. എന്താണ് സമൺസ് കേസ് എന്നാണ് പറയുന്നത്? വാറണ്ട് കേസ് അല്ലാത്ത എല്ലാ കേസും സമൺസ് കേസ് ആണ് എന്നാണ് BNSS പറയുന്നത്. എവറി കേസ് വിച്ച് ഈസ് നോട്ട് എ വാറണ്ട് കേസ് ഈസ് എ സമൺസ് കേസ്. അപ്പൊ നമുക്ക് എന്ത് പറയാൻ വേണ്ടി സാധിക്കും? 2 വർഷത്തിൽ കൂടുതൽ ശിക്ഷ കൊടുക്കുന്ന ഒഫൻസുകളെ ബേസ് ചെയ്തിട്ടുള്ള കേസുകളാണ് വാറണ്ട് കേസ് എന്ന് പറയുമ്പോൾ 2 വർഷത്തിൽ കുറവ് ശിക്ഷ ലഭിക്കുന്ന ഒഫൻസുകളെ ബേസ് ചെയ്തിട്ടുള്ള കേസുകളൊക്കെ നമുക്ക് സമൺസ് കേസ് എന്ന് പറഞ്ഞൂടെ? യെസ്, 2 വർഷത്തിൽ കുറവ് ശിക്ഷ ലഭിക്കുന്ന കേസുകളൊക്കെയാണ് നമുക്ക് എന്ത് പറയാൻ പറ്റുക? സമൺസ് കേസ് ആയിട്ട് പറയാൻ പറ്റുക. ഇനി ആർക്കാണ് ഒരു സമൺസ് കേസ് ട്രയൽ നടത്താൻ അധികാരമുള്ളത് എന്ന് നോക്കുന്ന സമയത്ത് മജിസ്ട്രേറ്റിന് മാത്രം, അല്ലെങ്കിൽ മജിസ്ട്രേറ്റ് കോടതികൾക്ക് മാത്രം ട്രയൽ നടത്താൻ അധികാരപ്പെട്ട കേസുകളാണ് സമൺസ് കേസ് എന്ന് പറഞ്ഞാൽ. അപ്പൊ ഇത്രയേ ഉള്ളൂ. ഇത് ഒഫൻസുകളുടെ പണിഷ്മെന്റിന്റെ ഒരു ദൈർഘ്യത്തിന്റെ ബേസിൽ എത്രത്തോളം പണിഷ്മെന്റ് ഉണ്ട് എന്നതിന്റെ ബേസിൽ ആണ് ഇത്തരത്തിലൊരു ക്ലാസിഫിക്കേഷൻ BNSSന്റെ അകത്ത് വന്നിട്ടുള്ളത്. അത് ആ കേസ് സമൺസ് കേസ് ആണോ വാറണ്ട് കേസ് ആണോ എന്നുള്ളൊരു ക്ലാസിഫിക്കേഷൻ. അപ്പൊ ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം.